ഹലോ ജെഇ എക്സാം എഴുതിയ കുട്ടികൾ കാത്തിരുന്ന ന്യൂസ് എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ ജോസ കൗൺസിലിംഗിന്റെ ഡേറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം IITs, NITs, IIITs അതുപോലെ തന്നെ ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാത്തിലേക്കുമുള്ള അഡ്മിഷൻസ് ഈ ഒരു സിംഗിൾ ജോസ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നടക്കുക. അതിന്റെ ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഏപ്രിൽ 17 ജെഇ മെയിൻ്റെ ഫൈനൽ റിസൾട്ട് വിത്ത് ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ വന്നു കഴിഞ്ഞതാണ്. ജൂൺ 2 നമ്മുടെ ജെഇ അഡ്വാൻസ് എക്സാമിന്റെ റിസൾട്ട് രാവിലെ 10 മണിക്കാണ് പബ്ലിഷ് ചെയ്യുക. യൂഷ്വലി അഡ്വാൻസ് എക്സാമിന്റെ റിസൾട്ട് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് പബ്ലിഷ് ചെയ്തിരിക്കും. അതിൽ ഡിലേ ഒന്നും ഉണ്ടാവാറില്ല സാധാരണ. അതുപോലെ തന്നെ ജൂൺ 3 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂൺ 3 വൈകിട്ട് മുതലാണ് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓർ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഗ്രാംസ് അണ്ടർ ജോസ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 3 വൈകിട്ട് 5 മണിക്കാണ്. ഓക്കെ, അതുപോലെ കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈ ഫോർ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് AAT ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ AAT സ്പെസിഫിക് ചോയ്സസ് എന്ത് ചെയ്യാൻ പറ്റും, ജൂൺ 8 മുതലാണ് ഫില്ല് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ജൂൺ 3 സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി BTech കോഴ്സുകളിലേക്കുള്ള ചോയ്സ് ഫില്ലിംഗ് ആണ്. പ്രീ പേയ്മെന്റ് ഓഫ് ജോസ സീറ്റ് അക്സെപ്റ്റൻസ് ഫീയും അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. 9 തീയതി 6 ദിവസം, 3 തീയതി കഴിഞ്ഞിട്ട് 6 ദിവസം 9 തീയതി ഡിസ്പ്ലേ ഓഫ് മോക്ക് സീറ്റ് അലൊക്കേഷൻ 1 ബേസ്ഡ് ഓൺ ചോയ്സസ് ഫിൽഡ് ഇൻ ബൈ ദ കാൻഡിഡേറ്റ്സ്. നമ്മൾ കൊടുത്ത ചോയ്സ് അനുസരിച്ച് ജൂൺ 9 നമുക്ക് എന്ത് കിട്ടും, ഒരു മോക്ക് അലോട്ട്മെന്റ് കിട്ടും. അത് കഴിഞ്ഞ് ജൂൺ 11 എന്ത് കിട്ടുക, മോക്ക് സീറ്റ് അലോക്കേഷൻ സെക്കൻഡ് റൗണ്ട് നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം മോക്ക് അലോട്ട്മെന്റ് ഫസ്റ്റ് റൗണ്ട് വന്നിട്ട് നമുക്ക് ചോയ്സിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അതിനുശേഷം സെക്കൻഡ് റൗണ്ട് വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എവിടെയാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത്. ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറയുന്ന ചോയ്സുകളൊക്കെ ലോക്ക് ചെയ്യണം. ആ ഡേറ്റ് എന്നാണ്, ജൂൺ 11 നമ്മുടെ ചോയ്സുകൾ ഫൈനലൈസ് ചെയ്ത് ലോക്ക് ചെയ്യേണ്ട ലാസ്റ്റ് സമയം 12 മനസ്സിലാക്കാം. അങ്ങനെ 12 തീയതി ജൂൺ 12 കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഫോർ അക്കാഡമിക് പ്രോഗ്രാംസ് അണ്ടർ ജോസ 2025 എൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ജൂൺ 12. അപ്പോൾ ഈ പറയുന്ന 2 മോക്ക് റൗണ്ടുകളും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം 12 തീയതി വൈകിട്ട് 5 മണിക്ക് എന്ത് എൻഡ് ചെയ്യും, ഈ പറയുന്ന അലോട്ട്മെന്റിലേക്ക് ചോയ്സ് കൊടുക്കുന്ന ആ സമയം തീരുകയാണ്. ലാസ്റ്റ് ഫീസ് അടക്കാനുള്ള സമയം അത് തന്നെയാണ്. ആൻഡ് ജൂൺ 13 റീകൺസിലേഷൻ ഓഫ് ഡാറ്റ വെരിഫിക്കേഷൻ വാലിഡേഷൻ ഒക്കെ ചെയ്യും. നമ്മൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. 14 തീയതി ജൂൺ 14 ഫസ്റ്റ് റൗണ്ട് പബ്ലിഷ് ചെയ്യുക അലോട്ട്മെന്റ്. ഓക്കെ, സീറ്റ് അലൊക്കേഷന്റെ ആദ്യത്തെ റൗണ്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ജൂൺ 14 ആൻഡ് 14 കഴിഞ്ഞാൽ 14 തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം, ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ജൂൺ 18 എന്ത് ബൈ കാൻഡിഡേറ്റ്സ് ടു ക്വറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 18 തീർക്കണം. അങ്ങനെ ജൂൺ 18 ഫീസ് അടക്കാനുള്ള റൗണ്ട് 1 സീറ്റ് അക്സെപ്റ്റ് ചെയ്ത കുട്ടികൾ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ജൂൺ 18. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജൂൺ 19 ഫീ പേയ്മെന്റ് ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ടു റെസ്പോണ്ട് ടു ക്വറി, അതായത് കുട്ടികൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ലാസ്റ്റ് 20 തീയതി. കാരണം 21 തീയതിയാണ് എന്ത് വരാൻ പോകുന്നത്, റൗണ്ട് 2 അലോട്ട്മെന്റ് വരാൻ പോകുന്നത് ജൂൺ 22. ഓക്കെ, ജൂൺ 21 റൗണ്ട് 2 വരിക. ഇതേ സ്റ്റെപ്പുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓൺലൈനായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ഫീ പേയ്മെന്റ് നടക്കണം. ഈ പറയുന്ന കിട്ടിയ സീറ്റ് കൺഫേംഡ് ആണെങ്കിൽ അതിൽ ഫീസ് അടച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം. അതിനുശേഷം പിന്നെയും ഇതേ സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൗണ്ട് 3 ഡേറ്റ് കാണാം, ജൂൺ 28. ജൂൺ 28 റൗണ്ട് 3 സീറ്റ് അലൊക്കേഷൻ പബ്ലിഷ് ചെയ്യും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂൺ 26 നമുക്ക് റെസൊല്യൂഷൻ ഓഫ് ഫീ പേയ്മെന്റ് ഇഷ്യൂസ് ചെയ്യാൻ പറ്റും. 27 ലാസ്റ്റ് ഡേറ്റ് ടു റെസ്പോണ്ട് ആണ്. ജൂൺ 22 തന്നെ നമുക്ക് ഇനീസിയേഷൻ ഓഫ് വിത്ഡ്രോവൽ ഓഫ് സീറ്റ് പോലുള്ള ഓപ്ഷൻസ്, എക്സിറ്റ് ഒക്കെ ചെയ്യേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ജോസ കൗൺസിലിംഗിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജൂൺ 22 തന്നെയാണ്. ആൻഡ് 28 ആകുമ്പോഴത്തേക്കും 3ാമത്തെ റൗണ്ട് ഓഫ് അലോട്ട്മെന്റ് വരും. അതിന്റെ ഓൺലൈൻ റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ സബ്സിക്വന്റ് ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ. അപ്പോൾ ഏകദേശം ജൂൺ 28 ആകുമ്പോഴേക്കും റൗണ്ട് 3 ഡാറ്റ അടക്കം എന്ത് ചെയ്തിട്ടുണ്ടാകും, വന്നിട്ടുണ്ടാകും. അതിനുശേഷം പിന്നെ നമ്മുടെ റൗണ്ട് 4 വരുന്നത് ജൂലൈ 4 ജൂലൈ 4 റൗണ്ട് 4 സീറ്റ് അലൊക്കേഷൻ ഡീറ്റെയിൽസ് വരും. റൗണ്ട് 5 വരുന്നത് ജൂലൈ 10 ആൻഡ് ഫൈനലി യൂഷ്വലി എപ്പോഴും എന്തുണ്ടാവാറുണ്ട്, ഒരു റൗണ്ട് 6 ഉണ്ടാവാറുണ്ട്. യെസ്, ഫൈനൽ റൗണ്ട് 6 വരുന്നത് ജൂലൈ 22. അപ്പോൾ ജൂലൈ 22 നമ്മുടെ ജോസയുടെ 6ാമത്തെ റൗണ്ട് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ സീറ്റ് അലൊക്കേഷന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ജൂൺ 3 തുടങ്ങി ജൂലൈ 22 അവസാനിക്കുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും 1 മാസവും 10 ദിവസത്തിന്റെ മേലെയും എടുക്കുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഈ പറയുന്ന ജോസ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി ജൂലൈ 16 മുതൽ ജൂലൈ 22 വരെ NIT പ്ലസ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനീസിയേഷൻ ഓഫ് വിത്ഡ്രോവൽ ഓഫ് സീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വേണ്ടാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒഴിവാക്കി പോകുന്ന ആളുകൾക്ക്, ഒഴിവാക്കിയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ്, ഇതിന്റെ ഈ ഒരു പ്രോസസ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട്
ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഡേറ്റുകൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ജൂലൈ 28-ന് റെസൊല്യൂഷൻ ഓഫ് പേയ്മെന്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. സോ പേയ്മെന്റ് attempt means that the candidate has uploaded the required documents and clicked on the pay seat on the JOSA portal but could not complete the payment. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരും. അതൊക്കെ അതായത് പേയ്മെന്റ് ശരിയാവാത്ത ഇഷ്യൂസിനൊക്കെ സെപ്പറേറ്റ് ദിവസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഗ്യാപ്പോട് കൂടിയിട്ടാണ് ഷെഡ്യൂൾ എന്ത് ചെയ്തിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ജൂലൈ 22 നമ്മുടെ ഫൈനൽ റൗണ്ട് എന്ന് ആലോചിക്കാം. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഡേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജൂൺ 2 അഡ്വാൻസ്ഡ് എക്സാമിന്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞ് ജൂൺ 3 ഓപ്ഷൻ ഫില്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ജൂൺ 3 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റൗണ്ട് 1 മുന്നായിട്ടതാ ജൂൺ 12 ജൂൺ 12 എന്നുള്ള ഡേറ്റ് ഓർത്ത് വെക്കുക. ജൂൺ 12 5 മണിക്ക് ഈ പറയുന്ന സംഭവം ലോക്കാകും. നമ്മൾ കൊടുത്തിട്ടുള്ള ചോയ്സസ് ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യും. എന്നിട്ട് ജൂൺ 14 റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യുക. ജൂലൈ 22 ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കാം. ഇതാണ് വന്നിട്ടുള്ള ഡേറ്റുകൾ. ഇനി ഇത് വലിയൊരു PDF ആണ്, ഇത്രയും അധികം 117 പേജ് ഉണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ വരും. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാ JEE ആസ്പിറൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക.